ഞാൻ ജോത്സ്യം പഠിച്ചു. ഉടായ്പൊന്നുമില്ല, സീരിയസ് ആയിട്ട് ഞാൻ പഠിച്ചു. ഉടായ്പിലാണ് കണ്ടിട്ടുള്ളത്. എന്തായാലും നീ പഠിച്ചതല്ലേ, നോക്കാം. കൊള്ളത് തന്നെയാടി, വിശ്വസിക്കൂ. ഞാനുണ്ട് അന്നടുത്തൊരു കുളത്തിലൊക്കെ. അങ്ങനെ വെച്ചൂടാ. എവിടെ എടുത്ത സാധനം തിരിച്ചില്ല. പ്രശ്നമാണ് ഇതിങ്ങനെ വെച്ചാ പിന്നെ പ്രശ്നമാവൂല. എല്ലായിടത്തും ഈക്വൽ ആയിട്ട് വെക്കണ്ടേ, പിന്നെ പ്രശ്നമാവും. ഇങ്ങനെ വെച്ചപ്പോ അതാ ബുധൻ മണ്ടക്ക് കയറി. ശുക്രന്റെ അല്ലേ തന്നെ ശുക്രനും ബുധനും തമ്മിൽ പ്രശ്നം. പിന്നെ ശുക്രന്റെ മണ്ടയ്ക്ക് ബുധനെ കൊണ്ടുവച്ചാ 2023 ചേച്ചിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടല്ലേ. 23 അബദ്ധോ? ആ ഉണ്ട്. അത് കല്യാണം കഴിച്ചായിരുന്നു. നീ നിനക്ക് അറിയല്ലേ. ബാക്കിയുള്ള നോക്ക്. ബുധനും ചൊവ്വയും ഒരുമിച്ച് പോകുന്നില്ല. നീ ഇത്രയും കാവടി നിർത്തി നോക്കിയിട്ട് അതാണ് കണ്ടുപിടിച്ചത്. ചൊവ്വ കഴിഞ്ഞാലേ ബുധൻ ഉണ്ടാവുള്ളൂ. അതല്ല ഗ്രഹം. ബുധൻ ശുക്രത്തിന്റെ മൂലത്തിൽ കുത്തിയിരിക്കുന്നു. അതിനോട് മൂലത്തിൽ കുത്താതെ അങ്ങോട്ട് മാറിയിരിക്കാൻ പറയൂ. അല്ല, ആരോ അത് മൂലത്തിൽ കുത്തിന്ന് പറഞ്ഞു. ആ പുളും കൂടി തിരിച്ചിട്ടില്ലെങ്കിൽ രണ്ടിന്റെ മൂലത്തിൽ ഞാൻ കുത്തും. കൊറേ നേരമായി രണ്ടുപേരും കൂടെ അങ്ങ് തുടങ്ങിയിട്ട്. നിങ്ങ ഇത്തിരി വന്നേ പുളിയിട്ട് കുത്തിയിട്ടൂടെ. കുഞ്ഞാവേ, നീ പോയി പിച്ചാത്തി എടുത്തിട്ട് വാ. ചേച്ചി ആദ്യം പോയി പുളി എടുത്തിട്ട് വാ. പുളി ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം, നീ ആദ്യം പോയി പിച്ചാത്തി എടുത്തിട്ട് വാ. പിച്ചാത്തി എടുത്തു എന്ന് വിചാരിക്കാം, ചേച്ചി പോയി പുളി എടുത്തിട്ട് വാ. പുളി ഉണ്ടെങ്കിലേ പിച്ചാത്തി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. പിച്ചാത്തി ഉണ്ടെങ്കിലല്ലേ പുളി ഉണ്ടായിട്ട് കാര്യമുള്ളൂ. നീ പോയി പിച്ചാത്തി എടുത്തിട്ട് വാ. ചേച്ചി പോയി പുളി എടുത്തിട്ട് വാ. പിച്ചാത്തി എടുത്തിട്ട് വാടി. പുളി എടുത്തിട്ട് വാ ചേച്ചി. ചാത്തി എടുത്തിട്ട് വാ. ലീ എടുത്തിട്ട് വാ. പോടി പോച്ചി. രണ്ടുപേരെ നിർത്ത്, ഞാൻ എടുത്തോണ്ട് തരാം. ഇത്രയും കുത്തിയിട്ടുന്ന രണ്ടവളും ഇടുന്ന എണീച്ചാ മതി. കൈ പറ്റുന്നു. കുത്താണോ ചെറ്റാണോ പിച്ചയാണോ എന്താണോ എന്താ ചെയ്യേണ്ടത്? എന്താ പുളി കുത്തുന്നല്ലേ പറയുന്നത്? ഇങ്ങനെ കുത്തിയ തള വരൂലല്ലോ. നമ്മൾ ഇങ്ങനെ കുത്തണം. അങ്ങനെയാണ് കയ്യാണത്തിരിക്കെ. കുത്തണേ. അതല്ലേ നേരത്തെ ഞാനും പറഞ്ഞത്. ഏതോ ഒട്ടുന്ന എനിക്കൊന്നും വയ്യ. കയ്യില് മൊത്തം ഒട്ടിപ്പിടിക്കുന്നു. ബാക്കി അമ്മ ചെയ്തോ. One eternity later. രണ്ടുപേരും കൈ പറ്റാതെ ചോറ് കഴിക്കണം.